നമസ്കാരം. മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. രണ്ട് സ്വാമിമാരുടെ ജന്മദിനം ആവേശപൂർവ്വം കേരളം ആഘോഷിക്കാൻ പോകുന്ന ദിവസമാണ് ഇന്ന്. ശ്രീകൃഷ്ണസ്വാമിയുടെയും ചട്ടമ്പി സ്വാമിയുടെയും. കർമ്മമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് ഉദ്ഘോഷിച്ച ശ്രീകൃഷ്ണസ്വാമിയുടെയും ജാതി വ്യവസ്ഥയിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും കേരളത്തെ സഫലമായി ഉയർത്തിയ ചട്ടമ്പി സ്വാമിയുടെയും പിറന്നാൾ ദിനം. പക്ഷേ ആഘോഷപൂർവ്വം നടക്കേണ്ട ഈ ജന്മദിനാഘോഷങ്ങളിൽ സംഘർഷത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നോ എന്ന ആശങ്കകളും ഈ പ്രഭാതത്തിലുണ്ട്. വെണ്ണ കട്ടുതിന്നുകയും ഗോപികമാരുടെ ചേലകൾ എടുത്തു മാറ്റുകയും ചെയ്തതിന് വാത്സല്യത്തോടെ ഉരലിൽ കെട്ടിയിടപ്പെട്ട കള്ളക്കണ്ണന്റെ ജന്മദിനമാണ് ഇന്നെങ്കിൽ അതിന് ഒരു ക്രൂരമായ മറുവശം കൂടി ഇന്നുണ്ട്. അടിമാലിയിൽ സ്വന്തം അമ്മ ഇരുമ്പ് തണ്ടുകൊണ്ടും തേങ്ങ കൊണ്ടും അടിച്ച് മർദ്ദിച്ച് ദേഹത്ത് തിളച്ച വെള്ളം ഒഴിച്ച് അവശനായ ഒരു കുരുന്ന് ഈ പ്രഭാതത്തിൽ കൊച്ചി മെഡിക്കൽ കോളേജിൽ അവശനായി കിടപ്പുണ്ട്. ഇന്നത്തെ ദിവസം നല്ല വാർത്തകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കണ്ണൂരിൽ സംഘർഷ മുന്നറിയിപ്പിനിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ഇന്ന്. CPIM ചട്ടമ്പി ദിനാചരണവും RSS ശോഭായാത്രയും സംഘടിപ്പിക്കും. ജില്ലയിൽ 10 ജാഗ്രതാ നിർദ്ദേശം, കനത്ത സുരക്ഷ. മലപ്പുറത്ത് ATM തട്ടിപ്പിന് കൂടുതൽ പേർ ഇരയായി. കാലിക്കറ്റ് സർവകലാശാലയിലെ നിരവധി ഉദ്യോഗസ്ഥരിൽ നിന്ന് തട്ടിപ്പ് സംഘം ഫോൺ വഴി പിൻ നമ്പർ ശേഖരിച്ചു. ജീവനക്കാർ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ്. അടിമാലിയിൽ 9 വയസ്സുകാരന് അമ്മയുടെ ക്രൂരമർദ്ദനം. തേങ്ങ കൊണ്ടും ഇരുമ്പ് ദണ്ടുകൊണ്ടും മർദ്ദിച്ചു. ദേഹത്ത് തിളച്ച വെള്ളമൊഴിച്ചു. കുട്ടി ഗുരുതരാവസ്ഥയിൽ കൊച്ചി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. CPI സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇന്ന്. മാണിയോടും ലീഗിനോടുമുള്ള കോടിയേരിയുടെ മൃദു സമീപനം ചർച്ചയാകും. മുന്നണി വിപുലീകരിക്കണമെന്ന ദേശാഭിമാനി മുഖപ്രസംഗത്തിലും ചർച്ച നടക്കും. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കശ്മീരിൽ 46-ാം ദിവസവും നിരോധനാജ്ഞയ്ക്ക് ഇളവില്ല. സംഘർഷം രൂക്ഷമായ മേഖലകളിൽ പോലീസുകാർ സ്റ്റേഷനുകൾ ഉപേക്ഷിച്ചു പോകുന്നു. ശ്രീകൃഷ്ണസ്വാമി ജയന്തി ദിനം, ചട്ടമ്പി സ്വാമി ജയന്തി ദിനം, ഈ രണ്ട് വാർത്തകളുമായിട്ടാണ് നമ്മൾക്ക് ഇന്ന് തുടങ്ങേണ്ടി വരുന്നത്. കണ്ണൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ചട്ടമ്പി സ്വാമി ദിനാചരണമായി CPIM ഘോഷയാത്ര നടത്തുമ്പോൾ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭായാത്രയും സംഘടിപ്പിക്കുന്നുണ്ട്. ഘോഷയാത്രകളിലൂടെ കരുത്ത് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് ഇരുവിഭാഗവും. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് കണ്ണൂർ തയ്യാറായി കഴിഞ്ഞു. ഇത്തവണ കൂടുതൽ വിപുലമായ ആഘോഷങ്ങൾക്കും ശോഭായാത്രയ്ക്കുമാണ് ബാലഗോകുലം യൂണിറ്റുകൾ കോപ്പുകൂട്ടിയിരിക്കുന്നത്. പാനൂർ, പൊയിലൂർ മേഖലകളിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനം നാട്ടുത്സവങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. പാട്ടും നൃത്തവും ഫ്ലോട്ടുകളുമെല്ലാമായി ഉത്സവ അന്തരീക്ഷം തന്നെ. എല്ലാവരും സകുടുംബം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. മറുവശത്ത് അതേ സ്ഥലങ്ങളിൽ CPIM മതനിരപേക്ഷ ഘോഷയാത്രകൾ നടത്തുന്നുണ്ട്. ഇത് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് BJP ആരോപിക്കുന്നു. സമൂഹത്തിൽ അങ്കലാപ്പുണ്ടാക്കുക, അതിന്റെ ഭാഗമായി സംഘർഷമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരളത്തിൽ, വിശേഷിച്ച കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതിനെതിരായി മനസാക്ഷി ഉണരണം. ശോഭായാത്ര ഗംഭീരമാക്കി CPIMന് ശക്തമായ മറുപടി നൽകാനാണ് BJP ലക്ഷ്യമിടുന്നത്. എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുള്ള പാർട്ടികൾ എതിർക്കുന്നോ അത്രത്തോളം കൃഷ്ണനോട് ഭക്തിയുള്ള വിശ്വാസമുള്ള ആൾക്കാർ ഈ പരിപാടിനെ നെഞ്ചേറ്റുന്നതാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും ഇവിടെ മാറി മാറി വരുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാവും. ഓരോ വർഷം കഴിയുമ്പോഴും ആൾക്കാർ ഏറ്റെടുക്കുന്ന പരിപാടികൾ ഗംഭീരമായി നടത്തുന്നു. CPIMും BJPയും ഒരേ സമയം യാത്രകൾ സംഘടിപ്പിക്കുന്നതിനാൽ ജില്ലയിൽ സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയേറെയാണെന്ന് പോലീസും വ്യക്തമാക്കുന്നു. നിരവധിയിടങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശത്തിനൊപ്പം ശക്തമായ പോലീസ് നിരീക്ഷണവും കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് കണ്ണൂർ ഒരുങ്ങിക്കഴിഞ്ഞു. വർണ്ണാഭമായ ഘോഷയാത്ര നടക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പാനൂരിൽ നിന്നും ക്യാമറാമാൻ ലിമേഷ് ചെറുപഴിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ. ഇപ്പോൾ കൂടുതൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും യദു നാരായണൻ ചേരുന്നു. യദു, കണ്ണൂരിൽ ഏതെല്ലാം ഇടങ്ങളിലാണ് സംഘർഷ സാധ്യതയുള്ളത്? ഒപ്പം തന്നെ എത്രത്തോളം സുരക്ഷാ സന്നാഹങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്? രമേശ്രീ, കണ്ണൂർ ജില്ലയിൽ 10 ഇടങ്ങളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മട്ടന്നൂർ, പയ്യന്നൂർ, തലശ്ശേരി, പാനൂർ, കണ്ണൂർ തുടങ്ങി 10 ഇടങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും ജില്ലയിലെമ്പാടും ജാഗ്രതാ നിർദ്ദേശവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇത് സംബന്ധിച്ച ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. പലയിടങ്ങളിലും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നും അക്രമമുണ്ടാക്കാനായി ആയുധങ്ങളടക്കം പലയിടത്തും ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ജില്ലാ പോലീസ് മേധാവി സുരക്ഷാ
ക്രമീകരണങ്ങൾ ജില്ലയിൽ ഉറപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ സായുധ സേനയും ജില്ലയിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി പയ്യന്നൂരിലെ 2 കൊലപാതകത്തിന് ശേഷം ജില്ലയിൽ പലയിടത്തും വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. CPIഎമ്മും BJP പ്രവർത്തകരും നേരിട്ട് ഏറ്റുമുട്ടിയ നിരവധി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം പോയിലിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരു BJP പ്രവർത്തകൻ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് കണ്ണൂരിൽ കനത്ത സുരക്ഷയിൽ മാത്രമേ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചട്ടമ്പി സ്വാമി ദിനാചരണത്തിന്റെ ഭാഗമായി CPIഎം നടത്തുന്ന മതനിരപേക്ഷ ഘോഷയാത്രയും ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കൊപ്പം ബാലഗോകുലത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കൊപ്പം തന്നെ മതനിരപേക്ഷ ഘോഷയാത്രയും CPIഎം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയങ്ങളിൽ ഒരേ ദിനത്തിൽ ഏതാണ്ട് ഒരേ സമയങ്ങളിൽ ഈ 2 ഘോഷയാത്രകളും വരുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് പോലീസ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇത്തരം ഘോഷയാത്രകൾക്ക് കൃത്യമായ സമയക്രമം പോലീസ് നൽകിയിട്ടുണ്ട്. ആദ്യം ഒരു ഘോഷയാത്ര കടന്നുപോയതിനു ശേഷം മാത്രം അടുത്ത വിഭാഗത്തിന്റെ ഘോഷയാത്ര നടത്താനാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് വ്യക്തമാക്കി പോലീസ് ഇരു വിഭാഗത്തിന്റെയും BJPയുടെയും CPIഎമ്മിന്റെയും നേതാക്കൾക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. പഴുതടച്ച ഒരു സുരക്ഷ തന്നെയാണ് ജില്ലയിൽ പോലീസ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. കാരണം ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം ചെറിയൊരു പ്രകോപനം ഉണ്ടായാൽ പോലും വലിയ ആക്രമണത്തിലേക്ക് അത് വഴിതെളിക്കുമെന്ന ഒരു റിപ്പോർട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. യദു, ഈ മതനിരപേക്ഷ യാത്രയും ബാലഗോകുലത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി യാത്രയും അതിന് സമയക്രമം നിശ്ചയിച്ചു എന്ന് പറയുന്നു. എത്ര മണിക്കാണ് ഈ യാത്രകൾ പുറപ്പെടുക? ഗണേഷ്, വൈകിട്ട് 4 മണി മുതലാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഘോഷയാത്രകൾ പരസ്യമായി റോഡിലേക്ക് ഇറങ്ങുക. ഓരോ യൂണിറ്റുകളിൽ നിന്നും സംഘടിച്ചെത്തുന്ന ഘോഷയാത്രകൾ പിന്നീട് പ്രധാന ഇടത്ത് സംഗമിക്കുകയും അവിടെ ഒരു വലിയ റാലിയായി അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 209 ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആണ് CPIഎം ചട്ടമ്പി സ്വാമി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഓരോ ലോക്കൽ കമ്മിറ്റിയിലെയും ചെറുഘടകങ്ങളിൽ നിന്ന് വരുന്ന ഘോഷയാത്രകൾ ആ ലോക്കൽ കമ്മിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്ത് സംഗമിക്കുന്ന രീതിയിലാണ് CPIഎമ്മിന്റെ ക്രമീകരണം. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലുള്ളതാകട്ടെ ഓരോ ടൗൺ സെന്ററുകൾ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ ഘോഷയാത്രകൾ വരിക. പയ്യന്നൂർ, തലശ്ശേരി, പാനൂർ, മട്ടന്നൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും വലിയ തോതിലുള്ള ജാഥകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലാണ് സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. ഇതിൽ സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ മുഖാമുഖം ഈ യാത്രകൾ വരുന്ന സന്ദർഭം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇന്റലിജൻസ് കഴിഞ്ഞ ദിവസം നൽകിയത്. അതായത് പോലീസ് ഇത്തരത്തിലൊക്കെ സമയക്രമം നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറെ കാലമായി സംഘർഷം നിലനിൽക്കുന്ന മേഖലകളിൽ പലപ്പോഴും മനഃപൂർവ്വമായൊരു പ്രകോപനത്തിന് മനഃപൂർവ്വമായൊരു പ്രകോപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇവിടങ്ങളിൽ ആയുധ ശേഖരങ്ങൾ ഉണ്ട് എന്നും ഇന്റലിജൻസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം പ്രദേശങ്ങളിൽ നിരീക്ഷണം നടത്തിയ ശേഷം സംഘർഷ സാധ്യത ഉറപ്പിക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ സായുധ സേനയെ വിന്യസിച്ചുകൊണ്ട് ഒരു ആക്രമണ സാധ്യത ഇല്ലാതാക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ വിവരങ്ങൾ പ്രകാരം ആദ്യം ഒരു ഘോഷയാത്ര നടത്തുകയും അത് പൂർണ്ണമായും കടന്നുപോയതിനു ശേഷം മാത്രം അടുത്ത ഘോഷയാത്ര വരികയും ചെയ്യുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ചട്ടമ്പി സ്വാമി ജയന്തി ദിനാചരണം, ശ്രീകൃഷ്ണ ജയന്തി, കണ്ണൂരിലെ സംഘർഷ സാധ്യതകൾ, വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നമ്മൾ ഇനി നേരെ ആറന്മുളയിലേക്ക് പോകുന്നു. അഷ്ടമിരോഹിണി വള്ളസദ്യയാണ് ഇന്ന്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. ഇത്തവണ 50 പള്ളിയോടങ്ങളാണ് വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത്. 50 പള്ളിയോടങ്ങളിൽ നിന്നായി 1 ലക്ഷത്തിലേറെ ഭക്തർക്കാണ് ഇത്തവണ വെള്ളസദ്യ ഒരുക്കിയിരിക്കുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ജൈവ പച്ചക്കറി ഉപയോഗിച്ചാണ് കറികൾ തയ്യാറാക്കുന്നത്. രാവിലെ 11-ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ വെള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. 80 കരക്കാർ ഉൾപ്പെടെ ഈ ഭക്തത്തെ അഷ്ടമിരോഹിണി വെള്ളസദ്യയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഈ ഭക്തത്തെ സവിശേഷത. അഷ്ടമിരോഹിണി വെള്ളസദ്യക്ക് ഞാൻ വരുന്ന ആദ്യമായിട്ടാണ്.
അതിൻ്റെ ഒരു ചെറിയൊരു പകപ്പ്. കാര്യം ഞാൻ ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ആഹാരം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായിട്ട് വളരെ റിച്വലായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പഴയടം മോഹനൻ നമ്പൂതിരിയാണ് ഇത്തവണ വെള്ളസദ്യ പാചകം ചെയ്യുന്നത്. ശ്രീകൃഷ്ണന്റെയും കുചേലന്റെയും കഥയുമായി ബന്ധപ്പെട്ടും വെള്ളസദ്യ അറിയപ്പെടുന്നു. തന്നെ സന്ദർശിച്ച കുചേലന് ശ്രീകൃഷ്ണൻ നൽകിയ വിരുന്നായും വെള്ളസദ്യ അറിയപ്പെടുന്നു. കറികൾ പാടി ചോദിക്കുക എന്നതാണ് വെള്ളസദ്യയിലെ പ്രധാന ആചാരം. സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി പേരാണ് വെള്ളസദ്യയ്ക്ക് പങ്കെടുക്കാൻ ആറന്മുളയിലെത്തുന്നത്. റിപ്പോർട്ടർ, പത്തനംതിട്ട. ശ്രീകൃഷ്ണ സ്വാമി ജയന്തി ദിനം ആഘോഷിക്കുന്ന ഈ ദിവസം സ്വാഭാവികമായും ഇന്നിറങ്ങിയ പത്രങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണ സ്വരൂപത്തിലുള്ള കുട്ടികളുടെ മുഖങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് വൈകിട്ട് കേരളം മുഴുവനും അത്തരത്തിലുള്ള ബാലഗോകുല യാത്രകളടക്കമുള്ള യാത്രകളിൽ നമ്മൾ കാണാൻ പോകുന്നതും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, വെണ്ണകെട്ട് നിൽക്കുന്ന പല രൂപത്തിലുള്ള ബാല്യത്തിൻ്റെ സന്തോഷമുഖങ്ങളാണ്. പക്ഷേ ഈ ദിവസം തന്നെയാണ് ഒരു കൊച്ചുകുട്ടി സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും ഭീകരമായ അടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്നത്. അടിമാലിയിൽ 9 വയസ്സുള്ള കുട്ടിക്ക് അമ്മയുടെ ക്രൂരമർദ്ദനം. കുട്ടിയുടെ ദേഹത്ത് തിളച്ച വെള്ളം ഒഴിക്കുകയും ഇരുമ്പുവടി, തേങ്ങ എന്നിവ ഉപയോഗിച്ച് അടിക്കുകയും ചെയ്തു. കുട്ടിയെ തുടർ ചികിത്സയ്ക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിമാലി സ്വദേശി 9 വയസ്സുകാരൻ നൌഫലാണ് അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായത്. ദിവസങ്ങളോളം കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷവും വീട്ടിലെ ഒരു മുറിയിൽ അടച്ചിടുകയായിരുന്നു. അച്ഛന്റെ സഹോദരി വീട്ടിലെത്തിയപ്പോഴാണ് അടച്ചിട്ട മുറിയിൽ നൌഫലിനെ കണ്ടത്. പ്രാഥമിക കൃത്യങ്ങൾ പോലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആ മുറിക്കകത്തു തന്നെയാണ് നൌഫൽ നടത്തിയിരുന്നത്. ശരീരമാസകലം ചട്ടുവം കൊണ്ട് പൊള്ളിച്ചിരുന്നെന്നും പൊളിച്ച തേങ്ങ കൊണ്ട് അടിച്ചതായും കുട്ടിയുടെ പിതാവിന്റെ സഹോദരി പറഞ്ഞു. കൊച്ചിന്റെ മുഖത്ത് തേങ്ങ വെച്ചിടിച്ചേക്കണ്. അവൻ മറ്റേ ഇരുമ്പ് വടിക്കടിച്ചേക്കണം. ആങ്ങളെയാണെങ്കിലും ആരാണെങ്കിലും അത്രയും ദ്രോഹിക്കാൻ പാടില്ല. ഞങ്ങൾക്കും ഉണ്ട് 2 മക്കള്. അച്ഛൻ കമ്പി വടിക്കടിച്ച്, അതൊരു മാസം മുമ്പായിരുന്നു. കുട്ടിയുടെ അവസ്ഥ നേരിൽ കണ്ട പിതൃ സഹോദരി തന്നെയാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകരെയും പോലീസിനെയും വിവരം അറിയിച്ചത്. അതേസമയം കുട്ടിയുടെ മുഖത്തും കാലിലും ഇരുമ്പ് വടി കൊണ്ടും അടിച്ചതിന്റെയും ചട്ടുവം കൊണ്ട് പൊള്ളിച്ചതിന്റെയും പാടുകളുണ്ട്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയെത്തിയ കുട്ടിയെ ചികിത്സിക്കുന്നതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകാത്തതും പ്രതിഷേധത്തിനിടയാക്കി. കുട്ടിയുടെ മാതാവ് കടവന്ത്ര പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കുട്ടിയെ തുടർ ചികിത്സയ്ക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി. ഈ സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമുയരുകയാണ്. അടിമാലി കൂമ്പൻപാറയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. കുട്ടിയുടെ പിതാവിന്റെ പെട്ടിക്കട നാട്ടുകാർ കത്തിച്ചു. ഇവിടെ കഞ്ചാവ് വിറ്റു എന്ന കേസിൽ പിതാവ് പോലീസ് കസ്റ്റഡിയിലാണ്. അടിമാലി സർക്കാർ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി നൈഫലിനാണ് അമ്മയുടെ ക്രൂരമർദ്ദനം ഏറ്റത്. കുട്ടിയുടെ കഴുത്തിലും മുഖത്തും കാലിലും ആഴത്തിൽ മുറിവേറ്റിരുന്നു. പരുക്കുമൂലം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വീട്ടിൽ യാദൃച്ഛികമായി എത്തിയ ഓട്ടോ ഡ്രൈവറാണ് ആദ്യം കുട്ടിയെ പരിക്കേറ്റ നിലയിൽ കാണുന്നത്. ഇയാളാണ് ബന്ധുക്കളെയും അധികാരികളെയും വിവരം അറിയിച്ചത്. ഈ കൊച്ചിന്റെ മാതാവ് എന്നെ ഇവിടുന്ന് ഓട്ടം വിളിച്ച് കൊച്ച് അവരുടെ വീട്ടിൽ ചെന്ന് എന്തോ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ചെന്നപ്പോൾ ഈ കൊച്ച് ആ വീടിന്റെ ഉള്ളിൽ അവർ പുറമേ പൂട്ടിയിട്ട് കുറഞ്ഞു. ആ കൊച്ചിനെ ഇവർ വീട് തുറന്നാണ് കൊച്ചിനെ എടുത്തിട്ട് വണ്ടിയിൽ കൊച്ചിനെ തന്നെയല്ലേ നിങ്ങൾ ഇവിടെ ഇട്ടേ. നൈഫലിന്റെ പിതാവ് നാസർ പെട്ടിക്കടയിൽ വെച്ച് കഞ്ചാവ് വിറ്റതിന് പോലീസ് പിടിയിൽ ആയിരുന്നു. സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ പെട്ടിക്കട കത്തിച്ചു. ഹൈദരലി, റിപ്പോർട്ടർ, ഇടുക്കി. ശ്രീകൃഷ്ണ സ്വാമി ജയന്തി ദിനം ആചരിക്കാൻ പോകുന്നു. അതിനിടയിൽ കേരളത്തെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു കുട്ടിയെ അമ്മയും അച്ഛനും ചേർന്ന് മർദ്ദിച്ച് അവശനാക്കിയ വാർത്തയാണ് നമ്മൾ കണ്ടത്. നമുക്ക് സ്വാഭാവികമായും ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ശ്രീകൃഷ്ണ സ്വാമി ജയന്തിയുമായി ബന്ധപ്പെട്ട് പരോക്ഷമായിട്ടെങ്കിലും ബന്ധപ്പെടുന്ന ഒരു അതിഥി ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒരു അതിഥി നമ്മോടൊപ്പമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം. പുഞ്ചിരിക്കാനുള്ള കാരണങ്ങൾ പലതും നമുക്ക് ചുറ്റും തന്നെയുണ്ട്. നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം ഒരു വലിയ മാറ്റം കൊണ്ടുവരും. ഈ ലോകത്തിൽ എല്ലാത്തിനും ഒരു വിലയുണ്ട്. പക്ഷെ സ്നേഹത്തിന് മാത്രം ഇല്ലേ ഇല്ല. സ്നേഹം നൽകുമ്പോൾ ഒരുപാട് സ്നേഹം തിരിച്ചു കിട്ടും. സ്നേഹം നൽകുന്നവർക്കായി, ആ സ്നേഹത്തിനായി ഒരു ചെറിയ സമർപ്പണം. ഓട്ടോ ഫോർമൽസ് ആൻഡ് കാഷ്വൽസ്. സ്നേഹം വിതയ്ക്കൂ, വിടരട്ടെ. Fresh ingredients, mozzarella cheese, pure baked goodness, the Domino's Burger Pizza. കാഴ്ചയ്ക്ക് ഒരു ബർഗർ പോലെ തന്നെ. എങ്ങനെയുണ്ട് ഈ സാരി? ഇതൽപ്പം ഡള്ളല്ലേ? ഇതെങ്ങനെയുണ്ട്? ഇതും ഡള്ളാണ്. എന്നാൽ ഇതോ?
ഇതും ഡള്ള. മണ്ടച്ചാരെ സാരിയല്ല സീലിംഗ് ആണ് ഡൾ. ഇത് ഒരുപാട് ബ്രൈറ്റ് ആണല്ലോ. ഇൻഡിഗോ ബ്രൈറ്റ് സീലിംഗ് പെയിന്റ് ഹൈലൈറ്റ് ചെയ്യും എല്ലാം. ആരോഗ്യമാസിക ഇപ്പോൾ ഫ്രഷ് ലുക്കിൽ ഗുഡ് ഫുഡ് ഫോർ യു, ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നിങ്ങനെ പുതിയ 2 സെക്ഷനുകളും. ശിശുപരിചരണത്തെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ വിഭാഗം. കുഞ്ഞുവാവ ആരോഗ്യത്തോടെ വളരാൻ, തടി കൂടാതെ വയർ നിറയ്ക്കാനുള്ള നുറുങ്ങു വഴികൾ, ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റും കഴിഞ്ഞവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും BB ടിപ്സും, ഒപ്പം വെൽനസ് സൗഖ്യത്തിന്റെ 16 പേജുകളും. ഫ്രഷ് ആൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിനായി പുതിയ ആരോഗ്യമാസിക ചോദിച്ചു വാങ്ങൂ. മാതൃഭൂമി ആരോഗ്യമാസിക, അറിവിലൂടെ ആരോഗ്യം. ജീവിതത്തിൻ അഴകിൽ ജെംസ്റ്റോൺ ആൻഡ് അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. എനിക്കൊരു ബർഗർ വേണം. ഇത് ശരിയല്ല. എന്നാൽ ശരിയാക്കൂ. അടുപ്പിൽ വെച്ചുണ്ടാക്കിയിരുന്നതെല്ലാം നല്ലതായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതേ കാലം ഡൊമിനോസിലും എത്തിയിരിക്കുന്നു. ഫ്രഷ് ഇൻഗ്രീഡിയൻസ്, മോസറേല ചീസ്, പ്യൂർ ബേക്ഡ് ഗുഡ്നസ്, ദി ഡൊമിനോസ് ബർഗർ പിസ്സ. കാഴ്ചയ്ക്ക് ഒരു ബർഗർ പോലെ തന്നെ. ഇടവേള കഴിഞ്ഞ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഒരു അതിഥിയുണ്ട്. മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്ക് അതീതമായി സംഗീതത്തെ കണ്ട പ്രശസ്ത കലാകാരനായിരുന്ന കലാമണ്ഡലം ഹൈദരാലിയുടെ സമർത്ഥമായ പിന്തുടർച്ചക്കാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത ഗായിക ജാസ്മിൻ ഒറ്റപ്പാലം. നമസ്കാരം, സ്വാഗതം ഈ മോർണിംഗ് റിപ്പോർട്ടറിലേക്ക്. ജാസ്മിൻ ഒറ്റപ്പാലത്തെക്കുറിച്ച് പൊതുവെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് സംഗീതത്തെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു മുസ്ലിം സമുദായ അംഗം ആയിട്ടും അതിൽ നിന്ന് സംഗീതത്തിലും നൃത്തത്തിലും എല്ലാം പ്രാവീണ്യം നേടി വലിയ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഉണ്ടായിട്ടുള്ള പല എതിർപ്പുകളെ സധീരം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കലയെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു. ജാസ്മിൻ ഒറ്റപ്പാലം എന്നാണ് പേരെങ്കിലും പലർക്കും കലാമണ്ഡലം ജാസ്മിൻ എന്നൊക്കെ പറയാൻ തോന്നുമെങ്കിലും ജാസ്മിൻ ഒറ്റപ്പാലത്തുകാരിയായി അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിനത്തിൽ കൂടിയാണ് താങ്കൾ മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കൃഷ്ണകീർത്തനം ആലപിച്ചുകൊണ്ട് തുടങ്ങാം. നാരായണ തീർത്ഥരുടെ തരംഗമാണ് പാടുന്നത്. മാധവ മാമവ ദേവ കൃഷ്ണ, മാധവ മാമവ ദേവ കൃഷ്ണ, യാദവ കൃഷ്ണ യദുകുല 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 കൃഷ്ണ, മാധവ മാമവ ദേവ കൃഷ്ണ.
साधुजनाधार सर्वभाव साधुजनाधार सर्वभाव साधुजनाधार सर्वभाव माधव मामवदेव माधव मामवदेव साधुजनाधार सर्वभाव माधव मामवदेव माधव मामवदेव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामवदेव कृष्ण कृष्ण നിരവധി ക്ഷേത്രങ്ങളിൽ കച്ചേരിക്ക് ക്ഷണം കിട്ടിയിരുന്നുവെങ്കിലും മുസ്ലിമാണെന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് തിരിച്ചു പോരേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്. പിന്നീട് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, തപസ്യ സംഗീതോത്സവം, പാലക്കാട് സംഗീത സഭ, പുത്തനാർക്കൽ ഭഗവതി ക്ഷേത്രം, കരിമ്പുഴ ശ്രീരാമക്ഷേത്രം എന്നിവിടങ്ങളിലെയൊക്കെ വേദികളിൽ പാടാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാടിയ ഈ കൃഷ്ണകീർത്തനം, ഇതുപോലുള്ള കീർത്തനങ്ങൾ പാടുമ്പോൾ മനസ്സിനകത്ത് തെളിഞ്ഞു നിൽക്കുന്നത് എന്താണ്? ഭക്തി തന്നെയാണ് തെളിഞ്ഞു നിൽക്കുന്നത്. നമ്മൾ കർണാടക സംഗീതത്തിൽ കൂടുതലും എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാ കോമ്പോസിഷനിലും ഭക്തി ഒരു ഉടനീളം കാണുന്നതാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ കോമ്പോസിഷൻ, ഇപ്പോൾ കൃഷ്ണനാണെങ്കിലും ഇപ്പോൾ രാമനെ കുറിച്ചുള്ള കൃതിയാണെങ്കിലും ഏത് തന്നെ ഡീറ്റീസ് ആണെങ്കിലും ഞാനത് പാടുമ്പോൾ അതിൽ ശരിക്കും ഉൾക്കൊണ്ടിട്ടാണ് ഞാനത് ആ കൃതി ആലപിക്കുന്നത്. ഒറ്റപ്പാലത്തുകാരായ മുഹമ്മദിന്റെയും സുബൈദയുടെയും മകളായി ജനിക്കുന്നു. ഒറ്റപ്പാലം എന്നുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ കൺജസ്റ്റഡ് ആയിട്ട് കുറച്ചും കൂടി ഉള്ളിലോട്ട് ചിന്തിക്കുന്ന ചിന്താഗതിയുള്ളവരുടെ ഒരു സമൂഹമാണ്. അപ്പോൾ അത്തരമൊരു സമൂഹത്തിൽ നിന്നും എങ്ങനെ ഒരു പുറത്തേക്കുള്ള ഒരു വഴി, അതായത് നമ്മളെ മതാതീതമായ മതത്തിന്റെ ചട്ടക്കൂടുകളെല്ലാം ഭേദിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞു? ഒറ്റപ്പാലത്തുകാർ മുഴുവനും അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്തി തുടർന്നോളൂ. ഉത്തരം ഇപ്പൊ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ നന്നായിട്ട് ഡാൻസും പാട്ടൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിലുള്ള കലാപരമായ കഴിവിനെ പുറത്തു കൊണ്ടുവന്നത് ഉമ്മയുടെ ബാപ്പായ യൂസഫ് എന്ന ആളാണ്. വല്ലുപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയകാല ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്. അതുപോലെ തന്നെ ഒരു 50-60 കാലഘട്ടത്തിൽ നാടകത്തിൽ ധാരാളം അഭിനയിച്ചിട്ടുണ്ട്, നാടക ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നിലമ്പൂർ ഐഷാത്ത, അതുപോലെ മരിച്ചുപോയ നിലമ്പൂർ ബാലൻ സാറ്, പിന്നെ എം ഗണേശൻ സാറ്, അവരുടെയൊക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വല്ലുപ്പാക്ക് കിട്ടിയ ആ ഒരു കലാപരമായ ഒരു കഴിവിൻ്റെ ഒരു അംശമായിരിക്കും ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും കലാപരമായിട്ട് അതിനെ നല്ല രീതിയിൽ കാണുന്ന വ്യക്തികളാണ്. ഞാൻ ഈ രംഗത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതലും എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. വിശുദ്ധ ഖുർആനിലെ മഹത് വചനങ്ങളെ പോലെ തന്നെ 7 സ്വരങ്ങളെയും കാണുന്നു എന്ന് അങ്ങനെ കാണുന്നുണ്ടോ? അതെ. ഇപ്പം സംഗീതം എന്ന് പറയുന്നത് ശരിക്കും എ പ്രേ ടു ഗോഡ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ദിവസവും ഇപ്പം ഞാൻ സംഗീതം പാടുന്നുണ്ടെങ്കിൽ അത് ശരിക്കും അതിലൂടെ ഞാൻ ദൈവത്തെ കാണുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് സംഗീതത്തിലേക്ക് വരുന്നത്, ഒപ്പം തന്നെ കലാമേഖലയിലേക്ക് വരുന്നത്. അതിനുപരിയായിട്ട് ഒരു സമൂഹത്തിൽ നിന്നാണ് വരുന്നത്. അതായത് അത്രയും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന അത്രയും ഓർത്തഡോക്സ് ആയി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും കലാമണ്ഡലം ഹൈദരാലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പുരുഷനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, തിരുത്തി പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് പെൺകുട്ടികൾ പുറം ലോകത്തോട് സംവദിക്കുന്നതും ഒരു പരിധിവരെ വിലക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് വന്നിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് അങ്ങനെ നേരിടേണ്ടി വന്ന എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ?
എൻ്റെ സമുദായത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് സംഗീതമാണ്. അപ്പോൾ എനിക്കത് ചില അമ്പലത്തിലോട്ട് പാടുകയാണെങ്കിൽ ചില ചെറുതായ രീതിയിൽ ആ സമുദായത്തിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാരാണെങ്കിലും അവരെനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ കലയിലോട്ട് വരാനുള്ള കാരണം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബത്തിലെ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ വല്ലുപ്പാൻ്റെ സപ്പോർട്ടും. ഇപ്പോൾ വല്ലുപ്പയാണെങ്കിൽ ധാരാളം കലാ ആസ്വാദകരായിട്ട് നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫ്രണ്ടായ കലാമണ്ഡലം ബാലകൃഷ്ണൻ നായർ, അപ്പോൾ അദ്ദേഹത്തോട് എൻ്റെ കലാവാസനയെക്കുറിച്ച് പറയുകയും അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം എന്നെ കൊണ്ട് ചേർക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കലാമണ്ഡലം അലിറാന ടീച്ചറാണ് എനിക്ക് കലയിലോട്ടുള്ള ഒരു വഴി എനിക്ക് കാണിച്ചു തരുന്നത്. പിന്നെ എന്നിലുള്ള ഡാൻസാണ് ടീച്ചർ എന്നെ ആദ്യം പഠിപ്പിച്ചത്. എന്നിലുള്ള സംഗീതത്തിനെ പുറത്തു കൊണ്ടുവന്നതും ടീച്ചറാണ്. അങ്ങനെ അവിടെ തന്നെ അധ്യാപകനായിരുന്ന ശ്രീ പ്രകാശൻ മാസ്റ്ററുടെ കീഴിലാണ് ഞാൻ ആദ്യമായി സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങൾ ആരംഭിച്ചത്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് എൻ്റെ ഗുരുക്കന്മാരോട് നന്ദി പറയുകയാണെങ്കിൽ ധാരാളം ഗുരുക്കന്മാർ എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. വെള്ളിനേഴി സുബ്രഹ്മണ്യ സാറ്, പരമേശ്വരൻ സാറ്, പിന്നെ കോവൈ ചന്ദ്രശേഖർ സാറ്, പിന്നെ ഞാനിപ്പോൾ PhD ചെയ്യുന്ന എൻ്റെ ഗൈഡായ ഡോക്ടർ പുഷ്പ ടീച്ചർ ഒരു വലിയ PhD വിഷയം പാപനാശം ശിവന്റെ കൃഷ്ണകൃതികൾ. ടീച്ചർ എനിക്ക് നല്ല രീതിയിലാണ് ഇപ്പോഴും എനിക്ക് പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ടീച്ചറുടെ കീഴിൽ ഇങ്ങനെ ഒരു സമുദായത്തിൽ നിന്ന് ആദ്യത്തെ ഒരു റിസർച്ച് സ്കോളർ ആയിരിക്കും ചിലപ്പോൾ ഞാൻ. ടീച്ചർ ആ ഒരു സമുദായത്തിൻ്റെ അതിൽ നിന്നും എന്താ പറയുക, ഒരു പാർഷ്യാലിറ്റി കാണിക്കാതെ തന്നെ നന്നായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നത് എൻ്റെ കുടുംബത്തോടും അതുപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാരോടുമാണ്. അപ്പോൾ കല്യാണത്തിന് ശേഷമാണെങ്കിലും ഹസ്ബൻഡും അതേ നന്നായിട്ടൊരു കല ആസ്വദിക്കുന്ന വ്യക്തിയാണ്. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും എനിക്ക് ധാരാളം കിട്ടുന്നു. ഒറ്റപ്പാലത്ത് നിന്ന് ഇന്ന് പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് ഭർത്താവിൻ്റെ ഒപ്പം ദീർഘദൂരം യാത്ര ചെയ്താണ് ഇന്ന് എറണാകുളത്ത് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. ഒരു ഗാനം കൂടി നമ്മൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. സ്വാതന്ത്ര്യനാളിൻ്റെ ഒരു പദം ഞാൻ പാടാം. രാഗം സുരുട്ടിയാണ്. ജലജ ബന്ധുഭൂമിഹ ജലധീലണയുന്നു ജലജ ബന്ധുഭൂമിഹ ജലധീലണയുന്നു ജലജ ബന്ധുഭൂമിഹ ജലധീലണയുന്നു മലയമാരുതമേറ്റു മമ മനമതിതരാബദവിവശമയി സഖീയലർഷരം പരിതാപം ചുൽവദിന്നളിവേണി പണി ബാലേ ബാലേ. തുടർന്നുള്ള സംഗീതയാത്രകളിൽ, മതാതീതമായ സംഗീതയാത്രകളിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം തന്നെ മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയതിൽ വളരെയധികം സന്തോഷം. നന്ദി. ഈ സ്വാതന്ത്ര്യ തിരുനാൾ കീർത്തനത്തോടുകൂടി സ്വന്തം പേരിൽ ഒളിഞ്ഞിരിക്കുന്ന പൂവിൻ്റെ സുഗന്ധം ജാസ്മിൻ ഉള്ളതുപോലെ ഹൃദ്യമായ സുഗന്ധം പൊഴിക്കുന്ന സംഗീതം ഇനിയും പൊഴിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മോർണിംഗ് റിപ്പോർട്ടർ അവസാനിക്കുന്നു. നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നു. നമസ്കാരം.